ഇന്നാരും വന്നില്ലയോ? പക്ഷെ ഈ ടൈം ടേബിൾ എല്ലാം തെറ്റിപ്പോയോ? സമയം ഒക്കെ ആയി, 9:15 ആയില്ലോ. എവിടെ ഇരുന്ന് നോക്കാം 10 മണി വരെ. എടാ എന്നാ നീ ഇപ്പുറത്ത് പോടാ. ഇന്ന് ലേറ്റായിട്ടാണല്ലോ. അത് കുറച്ച് പരിപാടിയുണ്ട്. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടല്ല. നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരണേ. നിങ്ങൾക്ക് എന്തോ പഠിക്കാൻ പോവാ ഒക്കത്തില്ലോ? സാഹചര്യം ഒത്തിരി, നീ ഇത് കാണിച്ചു തരണം. ആരെങ്കിലും ഒരാള് കാണിച്ചതാ എനിക്ക്. നിന്റെ വിറ്റുണ്ട്, നീ പേടിക്കണ്ട. എടാ സാറ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സാറാ ഇങ്ങോട്ട് നോക്ക്. കോപ്പി അടിക്കാൻ പറ്റത്തില്ലേ? നമ്മൾ എങ്ങനെ എടുക്കും? എടാ എന്നെ ടീച്ചറിന് പറഞ്ഞ സാറായിരിക്കൂടാ. മക്കളെടാ അങ്ങോട്ടൊന്ന് മാറിയിരുന്നടാ. പഠിക്കാൻ പറ്റിയ സാറാണ്. പഠിച്ചിട്ടും കാര്യമില്ല. 10ാം ക്ലാസ് പാസ്സാവും. എന്നിട്ട് പാസ്സായ ക്ലാസ് വയസ്സെത്രണ്ട് മോനെ? ഞങ്ങൾ കറക്റ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. ഒരു 80-85 ഒക്കെ കാണും. പണ്ടത്തെ അല്ലയോ മോനെ? ടീച്ചർ ഇതുവരെയായിട്ട് വന്നിട്ടുള്ളൂ. ടീച്ചറ് ഞങ്ങൾ സാറിനെ കണ്ടപ്പോ ഓർത്ത് സാറ് വരുമായിരിക്കും. മോനെ എനിക്ക് അത്രക്കുള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ല മോനെ. കാണുമ്പോഴേ അറിയാം. മോനെ ബിറ്റ് വല്ലോടാ? ഉണ്ട്. ഞാൻ എടുത്തിട്ടില്ലടാ. അപ്പൂപ്പ എന്നാ അപ്പൂനും വെച്ചോ? എടുത്താലും എനിക്ക് അറിയത്തില്ല മോനെ ഏതിന്റെയൊക്കെയാ. നീ മറ്റേതാണോ? നീ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടാ? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ? അപ്പം പറ്റില്ല വിവറേജ്. നീ മോനെ അത് പറ. വിവരന്റെ മോനെ നീ അത് പറ. നിന്നെ അവന്റെ ചായ കണ്ടപ്പോ എനിക്ക് അവൻ എന്റെ ഫ്രണ്ടാടാ. നിന്നെ ഞാൻ കണ്ടു. നിന്റെ മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി അവന്റെ മോന്. ഇറങ്ങിയില്ലോ? എനിക്കൊരു 1000 തരാനുണ്ട് മോനെ കേട്ടോ. അവൻ അവന്റെ അടുത്തൊന്ന് പറ. പിന്നെ എല്ലാരും വന്നോ? എന്താ ടീച്ചർ താമസിച്ചേ? ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ മറന്നു. ഇവിടെ അത്ര ഇയാളെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പുത്തനാന്ന് തോന്നല്ലേ? ആ എല്ലാരും എക്സാമിന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ വർഷമെങ്കിലും പാസ്സായി പോവും. ഒന്ന് ജയിപ്പിച്ചു വിടുവോ ടീച്ചറെ? എല്ലാം പഠിച്ചിട്ട് വരണം. എല്ലാരും വന്നിട്ട് കാര്യമില്ല. ആ കണ്ട ആ കുട്ടിയെ കണ്ടുപടി. ആ കുട്ടി പഠിക്കുന്നുണ്ട്. ഇല്ല ചോദിച്ചില്ല. എല്ലാരും നിർത്തിക്കെ പരീക്ഷ തുടങ്ങാം. എളുപ്പമാണോ ടീച്ചറെ? ആ പിന്നെ എളുപ്പമാ. അതെ. ആരും ആർക്കും കാണിച്ചൊന്നും കൊടുക്കരുത്. കാണിച്ചു കൊടുക്കുന്നവരെ ഞാൻ ഇറക്കി വിടുന്നതായിരിക്കും. 2 മണിക്കൂർ പരീക്ഷ അറിയാവോ? ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വരുമ്പോഴത്തേക്ക് 2-3 മണിക്കൂർ ഞാൻ എടുക്കും. പ്രാർത്ഥിച്ചിട്ടൊക്കെ എഴുത്. 10 വർഷമായിട്ട് കിടന്ന് എഴുതുക. കണ്ടോ? ബഹുമാനം കണ്ടോ? വരയില്ലാത്ത പേപ്പർ വേണം എഴുതി പഠിക്കാൻ. എല്ലാരും പേരും ക്ലാസ്സും. എന്താ ബിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതെന്റെ തരേണ്ടതാണ്. ബിറ്റ് വെച്ച് എഴുതാൻ സമ്മതിക്കത്തില്ല. ബിറ്റ് വെച്ച് എഴുതാൻ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇതൊക്കെ നിർത്തിക്കോ. പേരും എല്ലാരും പേരൊക്കെ എഴുതിക്കോ. എല്ലാം മറച്ചു വെച്ച് എഴുതണം. പഠിപ്പിക്കും. പേരിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ലയോ? അപ്പൊ എന്തോ മാല വരച്ചു വെക്കുന്ന മാലല്ല കുഞ്ഞ എന്റെ പേര് എഴുതി. ഇത്രയോ? ഏതാ ഇത് രണ്ടാമത്തെ അപ്പൂപ്പ നാണ്ട് രണ്ടാമത്തെ കൊറേ ഉണ്ട് അപ്പൂപ്പ. കഴിയാറായി. എല്ലാരും പേപ്പർ എല്ലാം അടുക്കി നല്ല കെട്ടി വെക്കും. നീ എവിടാടാ? ഇതൊരു എക്സാം ഹാളാണ്. അപ്പൊ ദിവാകരനാളാ? ദിവാകരൻ എത്ര പേരില്ല? പാക്കരൻ. താനും ഇത്ര നല്ല ശീലമൊന്നുമല്ല. അപ്പൊ ഇതെടുത്തിട്ട് പോ.
കാർബൺ എടുത്തിട്ട്